ഈ ഒരു ക്വസ്റ്റ്യനകത്ത് MTS പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആണ്. എ ബീറ്റ് ബി ഇൻ 100 മീറ്റർ റേസ് ബൈ 10 മീറ്റർ. ഓക്കെ, എ 100 ഓടുമ്പോൾ ബി ആണെങ്കിൽ 90 ഓടുന്നുള്ളൂ. ആൻഡ് ബി ബീറ്റ് സി ഇൻ 100 മീറ്റർ റേസ് ബൈ 10 മീറ്റർ. ഓക്കെ, ബി 100 ഓടുമ്പോൾ സി 90 ഓടുന്നു. ഓക്കെ, ബി ക്യാൻ ബീറ്റ് സി. ഓക്കെ, അത് റിപ്പീറ്റ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് TA, TB, TC വിച്ച് ആർ റെസ്പെക്റ്റീവ് ടൈംസ് ടേക്കൺ ബൈ എ ആൻഡ് ബി ആൻഡ് സി ഇൻ ടു കംപ്ലീറ്റ് റേസ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിയുമ്പോൾ അവർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ റേഷ്യോ നമുക്ക് എത്ര വരും? നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് അനുസരിച്ച് ഇവിടെ ഒരു 0.9 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 90 ആവും. സോ ഇവിടെയും 0.9 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? ഇത് 100 വരും, 90 വരും, 81 വരും. ഇതാണ് സ്പീഡിൻ്റെ റേഷ്യോ വരുന്നത്. ഓക്കെ, then what is the ratio of TA, TB, TC time taken by A, B, C to complete the race? അതായത് എല്ലാവരും 100 മീറ്റർ ഓടുകയാണ്. അതിനർത്ഥം ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം സ്പീഡിന്റെ റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. സ്പീഡിന്റെ റേഷ്യോ എത്രയാ? 100, 90, 81. അപ്പോൾ ടൈമിന്റെ റേഷ്യോ വരുമ്പോൾ 1/100, 1/90, 1/81. ഓക്കെ, 1/81. ഓക്കെ, നമ്മളിത് ചെയ്തു വരുമ്പോൾ എത്ര വരും? ഇവിടെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് 8100 വെച്ചിട്ട് ഇതിൻ്റെ LCM എടുത്തിട്ട് മുകളിൽ മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പോൾ 8100 ആണ് ഇതിൻ്റെ LCM, ഡിനോമിനേറ്ററിൻ്റെ LCM. അപ്പോൾ 8100/100. ഇവിടെ 8100/90. ഇവിടെ 8100/81. ചെയ്തു വരുമ്പോൾ എത്ര വരും? 81:90:100 എന്ന് പറഞ്ഞു വരും. ഇതായിരിക്കും അവരുടെ ടൈമിൻ്റെ റേഷ്യോ. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്.